നമുക്ക് പ്രോജക്റ്റിൽ ആവശ്യമായിട്ടുള്ള ഒരു കവർ പേജ് തയ്യാറാക്കാം. ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കവർ പേജ് തയ്യാറാക്കാം. അതിനായി ജിംബ് തുറന്ന് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജിംബ് ഇമേജ് എഡിറ്റർ ക്രമത്തിൽ ജിംബ് തുറന്ന് ഫയൽ ന്യൂ ക്രമത്തിൽ ഒരു പുതിയ ക്യാൻവാസ് തയ്യാറാക്കാം. അതിൽ ടെംപ്ലേറ്റ് എന്ന ഭാഗത്ത് നിന്നും നമുക്ക് പ്രിന്റ് എടുക്കേണ്ടതിനാൽ A4 സൈസ് പേപ്പർ ആകേണ്ടതുണ്ട്. ടെംപ്ലേറ്റിൽ നിന്നും A4 എന്ന സൈസ് തിരഞ്ഞെടുക്കുക. ഓക്കെ നൽകിയാൽ A4 സൈസിലുള്ള ഒരു പുതിയ ക്യാൻവാസ് തുറന്നു വരുന്നു. ഈ ക്യാൻവാസിലേക്ക് നമുക്ക് ഒരു പശ്ചാത്തല ചിത്രം ഉൾപ്പെടുത്താം. അതിനായി ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കാം. ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് രണ്ട് നിറങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനായി ഫോർഗ്രൗണ്ട് കളർ മാറ്റുക. ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ അതിന് പുറകിൽ കാണുന്ന കളറിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കളറും സെലക്ട് ചെയ്ത് ഓക്കെ നൽകിയാൽ ഇപ്പോൾ രണ്ട് നിറങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത പ്രവർത്തനമായി നൽകിയിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ക്യാൻവാസിൽ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഒരു വാചകം എങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. അതിനായി A എന്ന ടൂൾ അഥവാ ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. താഴെ വരുന്ന ടൂൾസ് ഓപ്ഷനിൽ നിന്നും ഫോണ്ട്, അതിന്റെ സൈസ്, വലിപ്പം, പിക്സലിൽ നിന്നും ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ് എന്നിങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം. വലിപ്പം നൽകുക. താഴെ നിറം സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക. അതിനെ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഫോണ്ടിന്റെ വലിപ്പം കൂട്ടാം, ബോൾഡ് ആക്കാം, അണ്ടർലൈൻ നൽകാം. സ്ട്രൈക്ക് ത്രൂ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് മധ്യത്തിലൂടെ ഒരു വര എന്നിങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്ക് അവിടെ വെച്ച് നൽകാൻ കഴിയും. അതിനുശേഷം മറ്റൊരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് അതിനെ അവിടെ ഉറപ്പിക്കാം. ഇപ്പൊ പ്രോജക്ട് റിപ്പോർട്ട് എന്നുള്ള വാചകത്തിനെ നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് ക്രമീകരിക്കാനായി മൂവ് ടൂൾ ഉപയോഗിക്കാം. മൂവ് ടൂൾ ഉപയോഗിച്ച് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അക്ഷരങ്ങളുടെ മുകളിൽ മൗസ് പോയിന്റർ എത്തുമ്പോൾ ആ ടൂളിന് വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. അക്ഷരങ്ങളുടെ മുകളിൽ, കൃത്യമായ അക്ഷരങ്ങളുടെ മുകളിൽ മൗസ് പോയിന്റർ എത്തിക്കുമ്പോൾ മാത്രമേ ടെക്സ്റ്റിനെ നമുക്ക് മാറ്റാൻ കഴിയൂ. അങ്ങനെ അപ്രകാരം അക്ഷരങ്ങളുടെ മുകളിൽ എത്തിച്ച് മാറ്റുക. പുസ്തകത്തിൽ കാണുന്ന രീതിയിൽ പ്രോജക്ട് റിപ്പോർട്ട് ആകർഷകമാക്കാനായി നമുക്ക് ഇതിലേക്ക് ഒരു ചിത്രം വരച്ചു ചേർക്കാം. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു ചിത്രം വരയ്ക്കാം. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ആ ലെയർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്ത ശേഷം ഇപ്രകാരം ഒരു പടം വരച്ച് ചേർക്കാം. ഇനി പ്രോജക്ട് റിപ്പോർട്ടിന്റെ മുകളിലായി ഒരു വര കൂടി ചേർക്കണം. അതിനായി ബ്രഷ് ടൂൾ തന്നെ ഉപയോഗിച്ച് വരച്ചാൽ കൃത്യമായ രീതിയിൽ നമുക്ക് വരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിനായി കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് പെയിന്റ് ടൂൾ ഉപയോഗിച്ച് മൗസ് പോയിന്റർ എത്തിച്ച ശേഷം ഷിഫ്റ്റ് കീ അമർത്തുക. മൗസ് ക്ലിക്ക് ചെയ്യരുത്, നീക്കി ആവശ്യമായ സ്ഥലത്ത് എത്തിച്ച ശേഷം ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം നമുക്ക് ഒരു വര വരയ്ക്കാം. മറ്റൊരു നിറം തിരഞ്ഞെടുത്ത്
തുടങ്ങേണ്ടുന്ന സ്ഥലവും അവസാനിക്കേണ്ടുന്ന സ്ഥലവും ഒരു ക്ലിക്കിൽ കൂടി മാർക്ക് ചെയ്ത് ഇപ്രകാരം വരകൾ വരയ്ക്കാം. ഇപ്പോ പ്രോജക്ട് റിപ്പോർട്ടിന്റെ മുൻ പേജ് അത്യാവശ്യം ഡിസൈൻ ചെയ്തിട്ടു. ഒപ്പം ഇതിലേക്ക് ഒരു ലോഗോ ഉപയോഗിച്ച് ഒരു തലക്കെട്ട് ചേർക്കാം. അതിനായി ഫയൽ, ക്രിയേറ്റ് ലോഗോസ് എന്ന ക്രമത്തിൽ ഒരു ലോഗോ തിരഞ്ഞെടുക്കുക. അതിൽ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ സോയിൽ ആൻഡ് ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന വാചകമാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തിയാൽ അതൊരു ലോഗോ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇതിനെ എഡിറ്റ്, കോപ്പി വിസിബിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. ഇവിടെ ഒരു പുതിയ ലെയർ ചേർത്ത് നമുക്ക് ലോഗോ കൊണ്ടുവന്ന് ചേർക്കാം. എഡിറ്റ്, പേസ്റ്റ്. ആ ചിത്രം ഇവിടെ വന്നിരിക്കുന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് അതിനെ മൂവ് ചെയ്ത് അവിടെ ഉറപ്പിക്കാം. ഇപ്രകാരം നമുക്ക് ആ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാം. ജിമ്മിലെ ഈ കണ്ട ചെറിയ ടൂളുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഉയർന്ന ക്ലാസ്സുകളിൽ ജിമ്മിന്റെ ടൂളുകളുടെ സാധ്യതകൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്.